സപ്തശതാബ്ദി നിറവിലെത്തിയ ഭാരതത്തിലെ പ്രഥമ കത്തോലിക്ക രൂപതയായ കൊല്ലം രൂപതയുടെ 697 സ്ഥാപക വാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 9 ഞായറാഴ്ച ജോർദാനോസ് കത്തലാനി ദിനമായി രൂപത ആചരിക്കുന്നു. രൂപതയുടെ പ്രഥമ മെത്രാനായ ജോർദാനോസ് കത്തലാനിയുടെ സ്മരണാർത്ഥമാണ് ഈ ദിനാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ രണ്ടാമത്തെ വിശ്വാസി സമൂഹമായ പോർട്ട് കൊല്ലം ശുദ്ധീകരണ മാതാ ദേവാലയത്തിൽ ഓഗസ്റ്റ് 9 ഞായറാഴ്ച വൈകിട്ട് 4:30 കൊല്ലം മെത്രാൻ അഭിവന്യ പോൾ ആന്റണി മുല്ലശ്ശേരി ജൂബിലി കൊടിയേറ്റും. തുടർന്ന് നടക്കുന്ന കൃതജ്ഞതാ കുർബാനയിൽ മുൻ ബിഷപ്പ് സ്റ്റാൻലി റോമൻ സുവിശേഷ പ്രഘോഷണം നടത്തും. രൂപത അധ്യക്ഷൻ ജൂബിലി വിളംബര പ്രഖ്യാപനം നടത്തുകയും ത്രിവർഷ ജൂബിലിയുടെ ലോഗോ വികാരി ജനറൽ മോൺസിഞ്ഞോർ ബൈജു ജൂലിയൻ അഭിവന്യ പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്യും. ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച വൈകിട്ട് 5 കൊല്ലം പട്ടത്താനം ഭാരതരാജ്ഞി ഇടവക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പ്രഥമ പൊതുസമ്മേളനത്തിൽ സപ്തശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ത്രിവത്സര പദ്ധതികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഭദ്രദീപം കൊളുത്തി നിർവഹിക്കും. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാപ്പോലിത്ത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. രൂപതയുടെ ഹ്രസ്വ ചരിത്രാവതരണം ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി നിർവഹിക്കും. വത്തിക്കാൻ ഇന്ത്യൻ സ്ഥാനപതിയുടെ പേപ്പൽ സന്ദേശം ഫാദർ ജോസഫ് ജോണും അതിൻ്റെ മലയാള പരിഭാഷ PRO ഫാദർ ലാസർ എസും വായിക്കും. രൂപതയിലെ 110 ഇടവകകളിലേക്കും പ്രയാണം ചെയ്യുന്ന ക്രിസ്തുജ്യോതി ജൂബിലി ദീപം ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ തെളിയിക്കും. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ ഛായാചിത്രവും അദ്ദേഹം അനാവരണം ചെയ്യും. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, മുൻ മെത്രാൻ അഭിവന്യ സ്റ്റാൻലി റോമൻ, കൊല്ലം മേയർ AK ഹഫീസ്, MLA വിഷ്ണു മോഹൻ, സിസ്റ്റർ റെനോറ മേരി, മോൺസിഞ്ഞോർ ബൈജു ജൂലിയൻ, പ്രൊഫസർ ബിജു ടെറൻസ് അരുവിള, KCYM പ്രസിഡന്റ് അലക്സ് കെനഡി തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിക്കും. ഓഗസ്റ്റ് 10 പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി പട്ടത്താനം ഭാരതരാജ്ഞി ദേവാലയ അങ്കണത്തിൽ ആളുകളെ ഇറക്കിയ ശേഷം ചെറിയ വാഹനങ്ങൾ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ഗ്രൗണ്ടിലും ബസ്സുകൾ ആശ്രമ മൈതാനത്തും പാർക്ക് ചെയ്യണമെന്ന് PRO അറിയിച്ചു.